ഹലോ എൻ്റെ എല്ലാ ചങ്കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നത്. ഒരുപാട് ദുഃഖങ്ങളുണ്ടെങ്കിൽ പോലും സന്തോഷം, മനസ്സിലൊരു പ്രതീക്ഷ തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ വർഷം തന്നെ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ആരും മൈൻഡൊന്നും ചെയ്തില്ല. അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ, കേരളത്തിൻ്റെ മകൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുകയുള്ളൂ. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോസ് ഇപ്പോൾ നമ്മുടെ ചാനലുകളിൽ വരുന്നുണ്ട്, യൂട്യൂബിൽ വരുന്നുണ്ട്, വാർത്തകളിൽ വരുന്നുണ്ട് ഈ വിഷയം സംബന്ധിച്ചിട്ട്. പിന്നെ ഒരുപാട് കൊച്ചു യൂട്യൂബേഴ്സ്, എന്നെപ്പോലത്തെ സാധാരണക്കാരായ ഒരുപാട് യൂട്യൂബേഴ്സ് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷെ അവരായിരിക്കും ഇതിനെക്കുറിച്ച് ഒരു ആഗ്രഹമില്ല. കാര്യം നമ്മുടെ നാട്, നമ്മുടെ കേരളം, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എറണാകുളം ജില്ലയിലെ വരാപ്പുഴ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. എറണാകുളം ജില്ലയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് നിൽക്കുന്നുണ്ട്. അവരൊക്കെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ്. അവർക്കൊക്കെ ഒന്നും ഇത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ബോധവൽക്കരണം ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും. അത് വല്ലാത്തൊരു സങ്കടമായി. പക്ഷേ നമുക്കത് വിഷയമില്ല, നമുക്കുള്ളതുപോലെ ചെയ്യാം. കാര്യം അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ അദ്ദേഹം കൊടുത്ത പെറ്റീഷനിൽ സൈൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഐ-കാർഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് എങ്ങനെയാണ് change.org എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്, എങ്ങനെയാണ് നമുക്ക് ആ പെറ്റീഷനിൽ സൈൻ ചെയ്യാമെന്നുള്ള കാര്യം അതിനകത്ത് വിശദമായിട്ട് സ്ക്രീൻ റെക്കോർഡ് സഹിതം കൊടുത്തിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ ഒരാഴ്ചയായിട്ട് നമുക്ക് ഡ്യൂട്ടിയല്ലേ, എൻ്റെ ഓഫിൻ്റെ ദിവസം കൊണ്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലാഗായി പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഓഫാണ്, അപ്പോൾ തുണി അലക്കാനുണ്ട്, പിന്നെ റൂം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഐലൻഡ്, ആണ് ഓസ്റ്റ് ബീച്ച്. എൻ്റെ പുറകെ കാണുന്ന സ്ഥലങ്ങളാണ് ഈ ഓസ്റ്റ് ബീച്ച്. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് change.org എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ക്രോമിലോ കയറി കഴിഞ്ഞിട്ട് ആ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് പേജ് വരുന്നതായിരിക്കും. അതിനകത്ത് റസൽ ജോയ് സാറ് പറഞ്ഞിട്ടുണ്ട്, സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ. അതാണ് കേസിൻ്റെ നെയിം. നിങ്ങളത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ തന്നെ അത് കാണാം. ഏകദേശം നമുക്ക് 30 ലക്ഷം സൈൻ വേണം. ഞാൻ ഇന്നലെ നമ്മുടെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 19,99,000 അത്രത്തോളം ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ബാക്കി 10 ലക്ഷം സൈനും കൂടി വേണം. നമ്മുടെ നാടാണ്, നമ്മുടെ കേരളമാണ്. രാഷ്ട്രീയക്കാർ, മാധ്യമങ്ങൾ ആശങ്ക വേണ്ട, അത് വേണ്ടെന്ന് പറയും. ഗൈസ്, നിങ്ങൾ സിമ്പിൾ കാര്യം ആലോചിച്ചാൽ മതി. 130 വർഷത്തോളം പഴക്കം വരുന്ന മുല്ലപ്പെരിയാർ ഡാം വെള്ളത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ ഒരു ഭൂമികുലുക്കോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോവും. പക്ഷേ അതൊന്നും വരാതിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കേരളമല്ല, ഇന്ത്യ കണ്ട, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാദുരന്തമായിട്ട് നമ്മുടെ കേരളം മാറും, ദ്വീപായി മാറും. ഇപ്പം നോക്കിയാൽ ഞാൻ നിൽക്കുന്നത് ഈ ഐലൻഡാണ്. ഏകദേശം 1.5 കിലോമീറ്റർ നീളവും ഒരു 500 മീറ്റർ വീതിയുള്ളൂ ഈ ഐലൻഡ്. ഇതിനകത്താണ് ഇത്രയും കാര്യങ്ങൾ വന്നേക്കണം. അപ്പം നമ്മുടെ കേരളത്തിലെ 6 ജില്ല പോയി കഴിയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കൊച്ചി, എൻ്റെ ദൈവമേ, എനിക്ക് ഓർക്കാനും കൂടി വയ്യ. ഞാനൊക്കെ എറണാകുളത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമോ. കാര്യം നമ്മുടെ വരാപ്പുഴ വിട്ടിട്ടുമ്പോൾ പോകാറില്ല. എറണാകുളത്തൊന്ന് പോവാൻ പണ്ട് ജങ്കാറൊക്കെ വിളിച്ചിട്ടാണ് പോണത്. ഇപ്പോൾ വരാപ്പുഴ പാലമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നാട് ഇല്ലാതാവാന്ന് പറഞ്ഞ് ഓർക്കാനും കൂടി പറ്റില്ല. അത് ഇല്ലാതാവണേക്കാളും മുന്നേ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം ചെയ്യുക. ആർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയി ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോൻ്റെ അവസാനം എൻ്റെ സ്ക്രീനിൽ ഞാൻ ചെയ്തേക്കുന്ന വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഓൾറെഡി ഞാൻ പെറ്റീഷനിൽ സൈൻ ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള ബ്ലോഗ് ഉണ്ട്. നിങ്ങൾക്ക് അത് പോയി കാണാം, നിങ്ങൾ സൈൻ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് സാർ നമുക്ക് വേണ്ടിയാണ് പറയണത്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ നാട്, നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ പപ്പ, മമ്മി, പെങ്ങന്മാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ, കസിൻസ്, ബെസ്റ്റീസ്, ഈ ലോകത്ത് കേരളത്തിലുള്ള എല്ലാ മക്കളും ഇല്ലാതെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. ആ വയനാട്ടിലെ ദുരന്തം
നമുക്ക് ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽ മരിച്ച രക്തസാക്ഷികളായ മനുഷ്യരെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അവർ അങ്ങനെ ആ ഒരു അപകടത്തിൽ പെട്ടത് കൊണ്ടാണ് ഈ വിഷയം ഉയർത്തെഴുന്നേറ്റ് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതുകൂടാണ്ട് നമ്മൾ വാർത്തയിലൊക്കെ കഴിഞ്ഞ ആഴ്ച വാർത്തയിൽ വന്ന കർണാടകയിൽ തുഗംഭദ്ര എന്ന് പറഞ്ഞ ഡാം പൊട്ടി. മീൻസ് ഒരു ഷട്ടർ പൊട്ടിയിട്ട് അത്ര വെള്ളം പോയി, ആശങ്കയൊന്നും വേണ്ട. അതും ഈ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാറിൻ്റെ പോലെ പഴക്കമുള്ള ഡാമാണ്. നമുക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ കൺമുന്നിൽ കാണിക്കുമ്പോൾ അതില്ലാതെ ആക്കരുത്. അപ്പോൾ നിങ്ങൾക്കറിയാം, രാഷ്ട്രീയക്കാർ പുതിയ ഡാം വേണം അത് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശങ്ക വേണ്ട. പക്ഷെ നിങ്ങളെപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, വെള്ളം ഇട്ടുകൊണ്ട് വന്നെ അല്ലാണ്ട് മനുഷ്യൽ ഒരു സ്നേഹമോ നന്മയോ ഒന്നുമില്ല. കാര്യം നമുക്കേ പോവുകയുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഞാൻ പ്രവാസിയാണ്. എൻ്റെ 28 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് എൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞ സ്വപ്നം പൂവണിയിച്ചത്. വയനാട്ടിൽ ഒരു നിമിഷം, ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് പണിത വീടുകളെല്ലാം പോയി. അത്രയും നാൾ ഒരുമിച്ചിരുന്ന കൂടപ്പറപ്പുകൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുടുംബം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിതം കെട്ടിപ്പിടിക്കുന്നത്. അതൊക്കെ ഇല്ലാതെ ആവരുത് ഈ ഒടുക്കത്തെ ഡാം കാരണം. നിങ്ങളെല്ലാവരും പ്രതികരിക്കുക. പിന്നെ വേറെ കേസുണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്, യു ആർ എ ഫ്രോഡ്, യു ആർ ചീറ്റിംഗ് ടു അസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ആരെ ചീറ്റ് ചെയ്യണില്ല ഭായി. നമ്മൾ നമ്മുടെ കേരളത്തിനെ സംരക്ഷിക്കുകയും അതിനേക്കാളുപരി നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾക്ക് നമ്മൾ ഒരു ദ്രോഹം ചെയ്യണില്ല. തമിഴിലുള്ള മനുഷ്യന്മാർ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെക്കാളും കൂടുതൽ ഫാൻസ് കേരളത്തിലുണ്ട് നിങ്ങളുടെ സെലിബ്രിറ്റീസുകൾക്ക് വേണ്ടി. അത്രയും വലിയ ആൾക്കാരാണ് നമ്മുടെ ആൾക്കാരൊക്കെ. പക്ഷേ ഇവന്മാർക്കൊന്നും അതിനുള്ള ബോധമോ ബുദ്ധിയോ ഒന്നുമില്ല. ഒരുപാട് സങ്കടമായി ആ മെസ്സേജൊക്കെ കണ്ടപ്പോൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ താഴെയും മുകളിലൊക്കെ ആയിട്ട് കൊടുക്കാം ആ പണ്ടാറക്കാലന്മാർ അങ്ങനെ അയച്ചേക്കണത്. അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. കാര്യം നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ആ പെറ്റീഷനിൽ സൈൻ ചെയ്യുക. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാധ്യമങ്ങളിൽ കേൾക്കുന്ന വാർത്ത അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയണതൊന്നും കേൾക്കണ്ട. അവരൊന്നും നടപ്പാക്കില്ല. നിങ്ങൾക്കറിയാലോ, കൊച്ചിയിലെ പാലാരിവട്ടം പാലം അല്ലേ, അവർ പണിത് കഴിഞ്ഞില്ല, അത് പൊളിഞ്ഞു പോയി. അതാണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഭരണാധികാരികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും അവർ സംരക്ഷിക്കില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്ന വഴി കൂടി സഞ്ചരിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. കാര്യം അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറഞ്ഞ സാറ് 2018 പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പെറ്റീഷന് നല്ല ബലമാവും. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതയുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനകത്ത് ഇൻവോൾവ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ സൈൻ അവർ ചോദിക്കേണ്ടത്. ഞാൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ അധികാരത്തോടുകൂടി പറയുന്നത്. നമ്മളെ കൺമുന്നിൽ കാണുന്ന വഴികൾ എന്താണ് അത് നമ്മൾ സഞ്ചരിക്കുക. ഓക്കെ, നമുക്ക് തുറന്നു വരുന്ന വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുക. അതിൽ കൂടി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹം നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് അതൊക്കെ കാണുക, അല്ലെങ്കിൽ മീൻസ് സപ്പോർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് 10 ലക്ഷം പേരുടെ സൈൻ നമുക്ക് വേണം. ഇപ്പം ഞാൻ നിങ്ങളോട് വിളിച്ചിട്ട് ഭായി എനിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബർ വേണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. 10 ലക്ഷം സൈൻ വേണമെന്നാണ് പറയണത്. നമ്മുടെ ആ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്ത് നമ്മുടെ കേരളത്തിന് ഒരു കോട്ടവും പറ്റാണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. എനിക്ക് സമയമുള്ള പോലെ, എൻ്റെ ജോലി ഇങ്ങനത്തെ ജോലികളായതുകൊണ്ട് എനിക്ക് എപ്പോഴും വ്ളോഗ് ചെയ്യാൻ പറ്റണില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഞാൻ ഇതുപോലെ വ്ളോഗ് ചെയ്യണത്, എനിക്ക് സമയം കിട്ടണ പോലെ. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ 24 മണിക്കൂർ വ്ളോഗ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ള ഗൈസ്. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ തലയിൽ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക, സൈൻ ചെയ്യുക. ദൈവത്തെ ഓർത്ത് സൈൻ ചെയ്യുക. നിങ്ങളെപ്പോഴും ആലോചിക്കുക, നമ്മ ജനങ്ങളാണ് ഇവന്മാരുടെ എല്ലാവരുടെ സപ്പോർട്ട്. രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, സിനിമ നടന്മാരായിക്കോട്ടെ, നടിമാരായിക്കോട്ടെ, ഏതൊക്കെ സെലിബ്രിറ്റീസിലുണ്ടോ, നമ്മുടെ ഇന്ത്യ മൊത്തമല്ല പറയണം, ഞാൻ കേരളത്തിൻ്റെ കാര്യം പറയണം. അവരെല്ലാവരും അവരുടെ കഴിവുണ്ട്, ഇല്ലെന്ന് പറയണില്ല. പക്ഷേ അവരെ 10 പേരിൽ മുമ്പിൽ എത്തിക്കാൻ ഏറ്റവും കാര്യം നമ്മളാണ്. നമ്മളില്ലേ ആരുമില്ല. അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സൈൻ ചെയ്യണം. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നതാണ്. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിൻ്റെ ആ പെറ്റീഷനിൽ നിങ്ങളെല്ലാവരും സൈൻ ചെയ്യണം. അതിനകത്ത് ഡൊണേഷൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് കൊടുക്കേണ്ടി വരും നമ്മൾ. അല്ലാണ്ട് അതിനകത്ത് സൈൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറ്റിയില്ല. പക്ഷേ ഡൊണേഷൻ ഇപ്പോൾ ഇപ്പോഴത്തെ പൈസയൊന്നുമില്ല. ചിലവർക്ക് $2 വരുന്നുണ്ട്, ചിലവർക്ക് 600, 160, 220, 300 രൂപയൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു സൈൻ. ഇപ്പോൾ ആ പൈസ നിങ്ങൾക്ക് പോകുന്ന നഷ്ടം വിചാരിക്കരുത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്,
പടത്തിന് പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മാറ്റി വെക്കുന്ന ആ ഒരു പൈസ ഈ സൈൻ ചെയ്യണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ നാട് ഇല്ലാതെ ആവരുത് പ്ലീസ് ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മുടെ നാടിനെ ഇല്ലാതെ ആക്കരുത്. നമ്മുടെ ഈ ഒടുക്കം പിടിച്ച മുല്ലപ്പെരിയാർ ഡാമിനെ പണ്ടാറടക്കണം ഗൈസ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതേ മാൽദീവ്സിലെ വീഡിയോസുകളൊക്കെ ഞാൻ ഇതിന് ചുറ്റുമുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ഏരിയയിലോട്ടൊന്നും മീൻസ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ ഗസ്റ്റ് ഏരിയയിലോട്ടൊന്നും പോകാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ. നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാം സുന്ദരമായ എന്താ പറയുക കടപ്പുറം കടൽ, നീലക്കടൽ. ഇതാ കോർണറിലൊക്കെ കാണുന്നത് ഐലൻഡാണ് കണ്ട. ഞങ്ങളിവിടെ വന്നൊക്കെയാണ് ഹാങ് ഔട്ട് ചെയ്യണത് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് വരാം. പിന്നെ എന്താ പറയുക, വേറൊരു കാര്യം കൂടി ഉണ്ട് പറയാൻ, അത് ഞാൻ സർപ്രൈസ് ആയിട്ട് പറയാം. ഓക്കെ, അവിടെ എത്തി പൊളിക്കും ഞാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് മറ്റാരുമല്ല നിങ്ങൾ സ്വന്തം നിഖിൽ സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.